സജി മഞ്ഞക്കടമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പിൽ, എല്ലാ വിഷയമാണ്. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞ് വി പ്രകാശിന്റെ വീട്ടിലേക്കാണ് PV അൻവർ പോയത്. പക്ഷെ അതിനുശേഷം വി പ്രകാശിന്റെ കുടുംബം മാധ്യമങ്ങളെ കണ്ടു പറയുന്നത് ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പമാണ് എന്നാണ്. ആദ്യ നീക്കം തന്നെ പാളിയോ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ? എങ്ങനെ പാളും? ഒരിക്കലും പാളിയിട്ടില്ല. അവിടെ വോട്ട് അവരാർക്കും ചെയ്യട്ടെ. ആ വി പ്രകാശിനെ എൻ്റെ കുടുംബത്തെ കണ്ട് അവരോട് ക്ഷേമം അന്വേഷിക്കാനും അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനും അദ്ദേഹം ചെന്നു. അവർ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധപൂർവ്വം ആവശ്യപ്പെടാനൊക്കെ ഇല്ലല്ലോ. അവരുടെ വോട്ട് അവർക്ക് പരസ്യപ്പെടുത്താനും പറ്റില്ല. കോൺഗ്രസിനൊപ്പം എന്നൊക്കെ അവർക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അവിടെ സംഭവിക്കാൻ പോകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ആര്യാടൻ ഷൗക്കത്ത് ആണ് വി പ്രകാശിനെ പരാജയപ്പെടുത്തിയതെന്ന് അവരുടെ കുടുംബത്തിന് വളരെ ബോധ്യമുണ്ട്. അവർ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അവർ PV അൻവറിന് വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. അവർക്ക് സ്വാഭാവികമായും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ, കഴിഞ്ഞ തവണ മത്സരിച്ച നേതാവിൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങൾ കോൺഗ്രസ് തന്നെ എന്ന് പറയാനേ സാധിക്കൂ. എന്തുമാകട്ടെ, ഇനി അവർ വോട്ട് ചെയ്താൽ ചെയ്യണ്ട, ചെയ്തില്ല ചെയ്യണ്ട, ഞങ്ങൾക്ക് അതിനൊരു പരിഭവവുമില്ല. അതുകൊണ്ട് അവിടെ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഇന്ന് നോമിനേഷൻ കൊടുത്തപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണ് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ചെന്നത്. വലിയ പ്രഗത്ഭരായ ആളുകളില്ല, വലിയ മുതലാളിമാരില്ല, സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമൊക്കെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പരിപാടി. ഇന്നലെ വൈകിട്ടാണ് അത് തീരുമാനിച്ചത്. ഇന്ന് ഇത്രയും മനോഹരമായി അവിടെ ആ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റി. അവിടെ എത്തിയ ചില മാധ്യമ സുഹൃത്തുക്കൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞു, സജി PV അൻവറിൻ്റെ ഇന്നത്തെ ആ നോമിനേഷൻ പ്രോഗ്രാം ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും ശക്തമായ രീതിയിൽ നല്ല ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ ഇത്ര പെട്ടെന്ന് സാധിച്ചെങ്കിൽ ശ്രീ PV അൻവർ വരും ദിവസങ്ങളിലെ പ്രചരണത്തിൽ അദ്ദേഹം ഇവിടെ ഒന്നാമതായി വിജയിച്ചു വരുമെന്നാണ് ഇന്ന് ഇവിടെ ചില പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നേരിട്ട് എന്നോട് പറഞ്ഞത്. പക്ഷേ അവർക്ക് മാധ്യമങ്ങളുടെ അത് അറിയിക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷേ ചോദ്യം ഇതാണ്, ഒരുപക്ഷെ നിലമ്പൂരിലെ വോട്ടർമാർ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് ആർക്കെതിരെയുള്ള വോട്ടാണ്? പിണറായി സത്തിനെതിരെയുള്ള വോട്ടാണോ, അതല്ല പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള? അത് കേരളത്തിലെ പറയാം, അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ദുർഭരണവും അഴിമതിക്കുമെതിരെ പ്രതിഷേധിച്ചാണ് പ്രിയപ്പെട്ട ശ്രീ PV അൻവർ MLA സ്ഥാനം രാജിവെച്ചിറങ്ങി വന്നത്. എന്തിനു വേണ്ടി? ആ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുഖം വലിച്ച് കീറി, അല്ലെങ്കിൽ അവരുടെ കപടമുഖം തുറന്നു കാട്ടാനാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി വന്നപ്പോൾ ഇവിടുത്തെ UDF ശക്തിപ്പെടുത്താനും കൂടിയാണ് അദ്ദേഹം ഇറങ്ങിയത്. UDF പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ എന്താണ് കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ചത്? നിങ്ങൾ ഓർക്കണം, പ്രിയപ്പെട്ട K കരുണാകരൻ, അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആക്രമിച്ച MV രാഘവൻ, ആ MV രാഘവനെ CPM ആക്രമിച്ചു പുറത്താക്കിയപ്പോൾ ആ MV രാഘവനെ കൈപിടിച്ചു കൊണ്ടുവന്ന് കൂടെ നിർത്തി അദ്ദേഹത്തിൻ്റെ UDF നേതാവാക്കി മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു, മന്ത്രിയാക്കി. കേരളത്തിൽ CPM അല്ലെങ്കിൽ എതിരെ ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒരു നേതാവായി പ്രിയപ്പെട്ട MV രാഘവനെ കേരളത്തിൽ കൈപിടിച്ചു വളർത്തിയെങ്കിൽ അത് അന്നത്തെ പ്രഗത്ഭനായ ശ്രീ K കരുണാകരൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ വലിയ നേതാവിൻ്റെ ആ ഒരു വലിയ ബുദ്ധിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ UDF നയിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. കക്ഷിയായി പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ തന്നെ UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്ന PV അൻവറിനെ എന്ത് വിശ്വാസത്തിലാണ് UDF അസോസിയേറ്റ് ഘടകകക്ഷിയാക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ട UDF ചെയർമാൻ അതല്ലേ ചെയ്യാൻ കഴിയൂ? പ്ലീസ്, ഞാൻ പറയട്ടെ, UDF അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തെ കൊണ്ട് അപേക്ഷ എഴുതിപ്പിച്ചു, അപേക്ഷ കൊടുത്തു. അപേക്ഷയിന്മേൽ UDF ചർച്ച നടത്തി ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനമെടുത്തു. പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തി അസോസിയേറ്റ് മെമ്പറാക്കാൻ. എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത്? ആ പ്രതിപക്ഷ നേതാവ് അത് പ്രഖ്യാപിച്ചില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം മറന്നുപോയതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണോ, എന്താ ഞങ്ങൾക്ക് അറിയില്ല. ഏതായാലും അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഫോണിൽ പോലും പറയുകയോ ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ എങ്കിലും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വിളിച്ചു പറയണമായിരുന്നല്ലോ, നിങ്ങളെ അസോസിയേറ്റ് മെമ്പർ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കണം എന്നെങ്കിലും ഒരു വാക്കെങ്കിലും പറയണമായിരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ അപമാനിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, UDF പുറത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുന്നതിന് ആരുടെയും അനുവാദം വേണോ? വേണ്ട. അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ തന്റെ ബിസിനസ് ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിന്ന ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വ്യക്തിവിരോധമല്ലേ ഇപ്പോൾ PV അൻവറിന് ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്? അതല്ലെങ്കിൽ UDF ചേർന്ന് ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകി പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സജീവമായ UDF മുൻനിരയിൽ ഉണ്ടാകേണ്ടയാളല്ലേ PV അൻവർ?
പി.വി. അൻവർ എന്തുകൊണ്ടാണ് MLA സ്ഥാനം രാജിവെച്ചത്? ഇങ്ങനെയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ലല്ലോ. MLA സ്ഥാനം രാജിവെക്കുക, വീണ്ടും അതേ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുക. നിയമസഭയിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇടം കൊടുത്തതല്ലേ? ഒരു സ്വന്തം എന്ന നിലയിൽ അദ്ദേഹത്തിന് അവിടെ പ്രവർത്തിക്കാമായിരുന്നില്ലേ? അടുത്ത 10 മാസത്തേക്ക് ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ആളായിരുന്നില്ലേ പി.വി. അൻവർ? അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വാര്യംകുന്നത്തെ ഹാജിയുടെയും ആ വാര്യംകുന്നത്തെ ഹാജിയെ പിന്നിൽ നിന്ന് ചതിച്ചയാളുടെയും രാമനാഥ വാര്യരുടെയും നാടാണിത് എന്ന് പറഞ്ഞത് പി.വി. അൻവറിനെ കുറിച്ചാണ്. പി.വി. അൻവർ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ചതിക്ക് വിധേയരായ വോട്ടർമാരെ നിങ്ങൾ തിരിച്ചറിയുമെന്നാണ്. പി.വി. അൻവറാണോ ചതിച്ചത്? അല്ല, ഒരു പി.വി. അൻവറും ചോദിച്ചിട്ടില്ല. പി.വി. അൻവർ ഇവിടുത്തെ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ MLA ആയിരുന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്താ ഈ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വന്യമൃഗ ആക്രമണം. അതിനെതിരെ യാതൊരു നടപടിയും എടുത്തില്ല. മാത്രമല്ല ഇവിടുത്തെ അഴിമതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ നടത്തുന്ന അഴിമതി ചൂണ്ടിക്കാണിച്ചു. ഇതിനൊക്കെ മുഖ്യമന്ത്രി മറുപടി പറയാതെ വന്നപ്പോൾ അദ്ദേഹം LDFനകത്ത് പ്രതിഷേധിച്ചപ്പോൾ മറുപടി പറഞ്ഞില്ല. പുറത്തിറങ്ങി അദ്ദേഹം പ്രതിഷേധിച്ചതിന് വേണ്ടിയാ ആ CPMന്റെ കെടുകാര്യസ്ഥ അല്ലെങ്കിൽ തെറ്റായ നയങ്ങൾ തിരുത്തിക്കാൻ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കാൻ ഇറങ്ങി വന്ന UDFലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പി.വി. അൻവറിനെ അപമാനിച്ച കേരളത്തിലെ UDF നേതൃത്വത്തിനെതിരെ കൂടെയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഇവിടെ സംഭവിക്കാൻ വോട്ട് കൊടുക്കണം. പി.വി. അൻവർ ഏതു ഘട്ടത്തിൽ എന്തു പറഞ്ഞതിനെ വിശ്വസിച്ചാണ് കൊടുക്കുന്നത്? അതായത് ജനുവരി മാസത്തിന് മുമ്പ് ഈ പി.വി. അൻവർ ഈ കലാപം തുടങ്ങുന്നതിന് മുമ്പ് പിതൃതുല്യനായ പിണറായിക്കൊപ്പമായിരുന്നു. കലാപം തുടങ്ങിക്കഴിഞ്ഞാൽ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമാണ്, UDFനോടൊപ്പം നിന്ന പോരാട്ടമാണ്, ഇപ്പോൾ UDFനെതിരെയുമാണ്. അപ്പോൾ എന്ത് വിശ്വാസത്തിലാണ് വോട്ട് കൊടുക്കേണ്ടത് പി.വി. അൻവറിന്? എന്ത് രാഷ്ട്രീയ അരുൺകുമാർ പറയട്ടെ. UDF അദ്ദേഹത്തെ ഉൾക്കൊണ്ടില്ല. UDF അദ്ദേഹത്തെ തീർക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ പെരുവഴിയിൽ നടത്തിച്ചു, അപേക്ഷ കൊടുപ്പിച്ചു. മാത്രമല്ല എല്ലാ നേതാക്കന്മാരെയും അടുത്തുപോയി കാലുപിടിപ്പിച്ചതിന് ശേഷവും ഉൾപ്പെടുത്താതിരുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം അല്ലെങ്കിൽ പി.വി. അൻവറിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചേലക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്ര അഹങ്കാരത്തോടെ പറഞ്ഞു, പി.വി. അൻവർ പോയി പണി നോക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണോ ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടത്? ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എത്ര മോശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും സൗമ്യമായി സംസാരിക്കുന്ന, സൗമ്യമായി പെരുമാറുന്ന ഒരാളായിരിക്കണം. അത് കേരളത്തിൽ ഞങ്ങൾ മാത്രമല്ല പറയുന്നത്. Debate with Dr. Arun Kumar.